മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ CSI വൈദികൻ ഫാദർ സുധീർ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് CSI മലബാർ ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ. നിർബന്ധിത മതപരിവർത്തനം സഭയുടെ ലക്ഷ്യമല്ല, ആരാധനയിൽ പങ്കെടുക്കവെയാണ് കസ്റ്റഡിയിലെടുത്തത്. രാജ്യത്ത് വൈദികരെ വേട്ടയാടുന്നത് വർദ്ധിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും അവർക്ക് നേതൃത്വം നൽകുന്ന BJPയും ക്രിയാത്മകമായി ഇടപെടണം. ഭരണഘടനാപരമായ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന ഇത്തരം വേട്ടകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും CSI ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച ഒരു CSI വൈദികനെയും കുടുംബത്തെയും ഒക്കെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മഹാരാഷ്ട്രയിലെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരമാണ് ആ നടപടികൾ ഉണ്ടായത്. പക്ഷേ പ്രാർത്ഥനയ്ക്കിടെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അത്തരം ആരോപണങ്ങളെല്ലാം തന്നെ CSI സഭ നിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ CSI മലബാർ ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ അദ്ദേഹം കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. പിതാവ്, എങ്ങനെയാണ് ഈ തുടർച്ചയായിട്ട് വൈദികർക്കെതിരെ ആക്രമണം, സന്യസ്തർക്കെതിരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉത്തരേന്ത്യയിലുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ഈ രീതിയിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഒരു CSI വൈദികനെയും കുടുംബത്തെയും ഒക്കെ കസ്റ്റഡിയിലെടുക്കുന്നൊരു സാഹചര്യം, അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടോ? വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ പലയിടങ്ങളിലും ആരാധനയ്ക്കും അതുപോലെ തന്നെ വൈദികർക്കും സന്യസ്തർക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുന്നു. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇന്നലെ ഒരു വൈദികനെ അറസ്റ്റ് ചെയ്ത്, വൈദികനെയും ഭാര്യയെയും സൗത്ത് കേരള ഡയസിസിലെ ഫാദർ സുധീറും ഭാര്യ ജാസ്മിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ അദ്ദേഹവുമായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തെ വേറെ 4 പേരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും, FIR രജിസ്റ്റർ ചെയ്യും എന്നെല്ലാമാണ് പറഞ്ഞത്. അതിന് ശേഷമുള്ള വിവരങ്ങൾ എനിക്ക് ലഭ്യമല്ല. എന്നിരുന്നാലും വളരെയധികം പ്രയാസമുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് നാഗ്പൂർ കേന്ദ്രമാക്കി അവിടുത്തെ ഒരു വൈദിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് CSI സഭയുടെ ഒരു ലക്ഷ്യമേ അല്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. അത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനോടും സെൻട്രൽ ഗവൺമെൻറ്റിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് എതിരായിട്ട് ശക്തമായ നടപടി ഉണ്ടാകണം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ തുടർച്ചയായിട്ട് അക്രമങ്ങൾ നടന്നു വരുന്നു. അതിന് ഏതെങ്കിലും രീതിയിൽ നിരുത്സാഹപ്പെടുത്തണം, തടസ്സം ചെയ്യണം. ക്രിയാത്മകമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റുകൾക്ക് നേതൃത്വം നൽകുന്ന BJP രാഷ്ട്രീയ പാർട്ടിയോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ്. മറ്റൊന്ന്, ഈ നമ്മുടെ ഭരണഘടനാപരമായിട്ടൊരു മതം പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ മതവിശ്വാസം കൊണ്ട് നടക്കാനുമൊക്കെ ഉള്ള അവകാശമുണ്ട്. ഇതൊരു അർത്ഥത്തിൽ ഇങ്ങനെ ഒരു മതവിശ്വാസം അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്ന വേളയിലൊക്കെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുക, അവരെ ആക്രമിക്കുക എന്ന് പറയുന്ന ഭരണഘടനയ്ക്കെതിരായൊരു നീക്കം കൂടിയല്ല. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മൗലിക അവകാശം അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ പുരോഹിതൻ ഒരിക്കലും ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തുകയോ ഒന്നും ചെയ്യുകയല്ലായിരുന്നു. അവിടുത്തെ തദ്ദേശ സഭയുടെ ക്ഷണം സ്വീകരിച്ച് ഒരു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നാഗ്പൂരിൽ നിന്ന് വന്ന ചിലരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതായിട്ട്, അതും പോലീസ് സ്റ്റേഷന് പരിസരത്ത് വെച്ചിട്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു ശക്തമായ പ്രതിഷേധം എന്തായാലും ഉയരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിഷേധം തീർച്ചയായിട്ടും ഉയരും. CSI സഭയുടെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ആശയമോ അല്ല നിർബന്ധിത മതപരിവർത്തനം. അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ വകുപ്പുകൾ ചുമത്തി വൈദികരെയും ഒപ്പം സന്യസ്തരെയും ഒക്കെ വേട്ടയാടാനുള്ള നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരും എന്നുള്ളത് തന്നെയാണ് CSI മലബാർ ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടറും വ്യക്തമാക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.